ഈ സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ പഠനത്തിൽ കൂടുതൽ ഉത്സുകരാക്കുക, അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ആണല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു നൃത്തം തന്നെ വേണോ അതിന്? ഒരു അസംബ്ലിക്ക് ഒരു 5 മിനിറ്റ് കുട്ടികളെ നിർത്തിയാൽ ആ കൂട്ടത്തിൽ ചില കുട്ടികൾ ബോധരഹിതരായിട്ട് വീഴുന്നത് കാണാം. അവരാടാറില്ല, പാടാറില്ല, തുള്ളാറില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു സ്കൂളിൽ ആ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ മുന്നിൽ ഈ രൂപത്തിൽ കുട്ടികൾ ഡാൻസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് കൂടിയാണ്. ഡാൻസ് എന്ന് പറയുന്നത് നല്ല എക്സസൈസാണ്. അപ്പോൾ ആ ഒരു എക്സസൈസ് ശരിക്കും നിങ്ങൾ കൊടുക്കുന്നത് വേണ്ട സമയത്താണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അസംബ്ലിക്ക് നിന്നാൽ പോലും ബോധം കെട്ട് വീഴുന്ന കുട്ടികൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഉള്ള ഡാൻസ് പോലത്തെ വ്യായാമങ്ങൾ പഠിക്കുന്നതിൻ്റെ മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അന്ന് പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കാൻ കഴിയുമോ? ഇത് ചിന്തിക്കാൻ കുറേ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഇത് കൃത്യസമയത്ത് നൽകുന്ന ഒരു വ്യായാമമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് നാളിതുവരെയായിട്ട് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ കുട്ടികൾക്കും ഫിറ്റായ ഒരു വ്യായാമം കൂടിയാണ് അസംബ്ലിയിലൂടെ. ഇതിലും ഒരു വ്യായാമമുണ്ട്. അപ്പം അതാണ് ശരി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ സമയത്തിനനുസരിച്ച് സമയബന്ധിതമായി കാലോചിതമായിട്ട് നൽകി വന്നിരുന്ന നല്ല ഒരു വ്യായാമ മുറയും കൂടിയാണ് അസംബ്ലി. ഇനി 2, ഈ ഒരു വ്യായാമം ഒരു ഡാൻസിലൂടെ, ഒരു തുള്ളലിലൂടെ കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കിയെടുക്കുന്ന പാടെന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നത് ശരിയാണ്, കായികം ഉണ്ട് അതിൽ, ഇല്ല എന്നല്ല. പക്ഷേ കുട്ടികൾ അതിലൂടെ ഗ്രഹിച്ചെടുക്കുന്നത് അവർക്ക് തുള്ളുക, ഡാൻസ് കളിക്കുക, ആർമാദിക്കുക എന്നുള്ള ഫസ്റ്റ് മെസ്സേജാണ് ആദ്യം അവരുടെ മൈൻഡിലേക്ക് പോകുന്നത്. ആ ഒരു മെസ്സേജ് അവരുടെ മൈൻഡിൽ സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെയാണ്. അപ്പോൾ അത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇത് അസമയത്താണ്. കുട്ടികൾക്ക് ആ സമയത്തല്ല ഇങ്ങനത്തെ വ്യായാമങ്ങൾ നൽകേണ്ടത്. അതിന് വേറെ ടൈം കാണട്ടെ. ഡാൻസ് പഠിപ്പിക്കാം, സ്പോർട്സ് ആവാം, അതുപോലത്തെ ആക്ടിവിറ്റീസുകളൊക്കെ ആവാം. പക്ഷെ അതിനൊക്കെ ഓരോ സമയങ്ങൾ കാണട്ടെ. ഇത് രാവിലെ തന്നെ ഈ കുട്ടികളെ കൊണ്ട് കുറേ അങ്ങോട്ട് തുള്ളിച്ചിട്ട് ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചാൽ ഈ കുട്ടികളുടെ കഥ എന്താവും? തീരെ വകതിരിവില്ലാത്തവരായോ ഈ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നവർ? ഏതായാലും കഷ്ടം തന്നെ.